സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ, അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അമ്മമാരിത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന അമ്മമാർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നാണ് ഈ പറയുന്ന മുതുകാട് ആ വീഡിയോയിലൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ അമ്മമാർ എന്തിനാണ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയോട് വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട ആവശ്യം? കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ, നമ്മൾ സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ, വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക്, സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്തവിളികൾ. പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം, ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം. ഒന്ന്, അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഞാൻ എക്സാജറേഷൻ അല്ല, അനുഭവിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രസ് റിലീസിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. കാരണം ഇതൊരു ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞ പോലെ വെറുതെയുള്ള ആരോപണങ്ങളല്ല. ഒരു വർഷം 2017 10 മാസം 31 അവിടെ ജോയിൻ ചെയ്തത് മുതൽ 2018 11 മാസം 3 അവിടുന്ന് എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒഫീഷ്യലി റിസൈൻ പോലും ചെയ്യാതെ ഒരു ദിവസം രാത്രി അവിടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി രക്ഷപ്പെട്ടു വന്നൊരു വ്യക്തി എന്ന രീതിയിൽ ആ ഒരു വർഷക്കാലം ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. 2017 ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുന്നത്. ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു മോട്ടിവേഷൻ പ്രോഗ്രാമിൽ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന് ശേഷമാണ് ഞാൻ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അവതരിപ്പിക്കുന്നത്. അന്ന് എന്നോട് നല്ല സൗഹൃദത്തോടു കൂടി പെരുമാറുകയും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷം തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദം തുടങ്ങുന്നത്. 2017 10 മാസം 31 ഓർഡർ പ്രകാരം 11 മാസം 1 എംപവർ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ അനുയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളൊരു സെൻറ്ററിലേക്ക് അദ്ദേഹം എന്നെ ജോലിക്ക് നിയമിക്കുന്നത്. അവിടെ 5 കുട്ടികളുള്ള സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ കുട്ടികളെ കോർഡിനേറ്റ് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുക, കൂടെ മാജിക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷിയാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല, ഷിയാബ് നടന്നു വരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത്, ഷിയാബ് നടന്നു വരണം, ഷിയാബിന് കാലുകളില്ലാതെ നടക്കുന്നത് ആളുകൾ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അതെന്നെ പോസിറ്റീവ് ആയിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും. മാത്രമല്ല ഷിയാബ് സംസാരിക്കുമ്പോൾ, മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ്, സർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ഷിയാബ് പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ അവസാന പരിപാടി ദുബായിൽ നടന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട്. ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ അവിടെ നിർത്തുള്ളൂ. അത് റീസെൻ്റായിട്ട് കഴിഞ്ഞ പ്രോഗ്രാമാണ്, ഒരു 3-4 മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ എംപവർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഒരു വേദിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ഒരു ഗ്രീൻ റൂം ഇതിനോട് ചേർന്നുണ്ട്. ഏകദേശം ഒരു 2.5 മീറ്റർ മാത്രം മാക്സിമം വീതിയും ഒരു 3-3.5 മീറ്റർ മാത്രം നീളവും വരുന്ന ഈ ഒരു ഗ്രീൻ റൂമിൽ ഞാനും ഈ പെർഫോം ചെയ്യുന്ന 5 ഭിന്നശേഷിയുള്ള കുട്ടികളും, ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല, ഇവിടെയുള്ളൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ തന്നെയാണ് ഈ കുട്ടികളെ മൊത്തം മാനേജ് ചെയ്യുന്നത്. ഈ 2 അമ്മമാരും അതേ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന 2 കോമഡി ആർട്ടിസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മളവിടെ നിൽക്കണം. അപ്പോൾ അതിന് പ്രോഗ്രാം കഴിഞ്ഞ അതിൻ്റെ ഗ്യാപ്പിൽ കുട്ടികൾ, ഒരു സ്ലൈഡ് ഡോറാണ്, ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ മാനേജർ ജിന്നി വന്നിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. നമ്മൾ പറയും, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടാണ്, ഈ മാജിക് ബാൻഡ് കാണാൻ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇവിടെ നിർത്തണം, ഇതിൻ്റെ പുറത്തിറങ്ങാൻ പാടില്ല, നിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാളല്ല, ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ല, ഞാനൊരു പ്രോഗ്രാം മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഇവരെക്കുറിച്ച് പഠിച്ച ആളുകളെ കൊണ്ടുവന്ന് അവരോട് ചോദിക്കും, ഈ കുട്ടികൾ ഓട്ടിസവും ഡിപ്രഷനും MR ഒക്കെ ആയിട്ടുള്ള കുട്ടികളെ ഈ ഒരു ചെറിയ ഹോളിനകത്ത് 10 പേര് അടങ്ങുന്ന ഈ ഒരു ഹോളിനകത്ത് നിർത്താൻ പറ്റില്ല നമുക്ക്, അതുകൊണ്ട് അവർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് പറഞ്ഞ പണി താൻ ചെയ്താൽ മതി. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, എനിക്ക് പ്രൂഫ്, അതായത്
ഈ റെക്കോർഡ് അടക്കം എനിക്ക് കാണിക്കാൻ പറ്റും. താൻ പറഞ്ഞ പണി ചെയ്താൽ മതി, ഇവിടെ തനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം, നിങ്ങളെ ആരെയും കണ്ടിട്ടല്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത്. ഈ രീതിയിലായി മാനേജറുടെ നമ്മളോട് സംസാരിക്കുന്ന രീതികൾ. അതിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്, അതായത് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് 5, 6 ഷോ ഒക്കെ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഒരു ഏകദേശം 2:30 ആകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ, ഒരു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളോട് മാറി നിൽക്കാൻ പറയും. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ. അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം, കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇവർ MR ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ്, ഓട്ടിസം ഉള്ള കുട്ടികളാണ്, ചിലപ്പോൾ ഇവർ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഹാളിനകത്ത് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിൽക്കണം. അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല, ഭക്ഷണ സമയത്ത് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. അതിൻ്റെ പേരിൽ അവർ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു. അങ്ങനെ ഞാനും അദ്ദേഹമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം അമ്മമാർ നിരന്തരമായിട്ട് നമ്മളോട് പറയും, ഈ അന്ന് ഞാൻ ഉണ്ടായിരുന്ന 2 അമ്മമാർ ഇപ്പോഴും അവിടെയുണ്ട്. ഈ അമ്മമാർ നിരന്തരമായിട്ട് നമ്മളോട് പറയും ബാവ ഈ കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയില്ല, എന്നെ ബാവ എന്ന് അവർ വിളിക്കുക, കാരണം എൻ്റെ പേര് ഷിഹാബ് എന്നാണെങ്കിലും നമ്മളൊരു വ്യക്തിപരമായ ഇഷ്ടത്തിൻ്റെ പുറത്ത് വിളിച്ചിട്ട് പറയും ബാവ നിങ്ങൾ പറയണം, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്, നിങ്ങൾ പറയണം ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുതുകാട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഈ 5 അമ്മമാരെ വിളിക്കുകയും അവരോട് പറഞ്ഞു ഷിയാബല്ല നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഞാനാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക, ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നിന്ന് ഇറങ്ങുക, ഒരുപാട് 100 കുട്ടികൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, നിങ്ങൾ 5 പേരെ കണ്ടിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ഇങ്ങനെ അമ്മമാരോട് പറഞ്ഞപ്പോൾ അമ്മമാർക്ക് പിന്നെ വേറെ ഒന്നും പറയാൻ ഓപ്ഷനില്ല, കാരണം വളരെ ദാരിദ്ര്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 2-3 അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും വേറെ ഓപ്ഷനില്ല. അങ്ങനെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് അതിഥികൾ വരുന്നത്, എനിക്ക് തോന്നുന്നു ദുബായിൽ നടക്കും ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ വരുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് 5 കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ 20 കുട്ടികൾ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഈ 20 കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു, നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതുകൊണ്ട് ഈ 20 കുട്ടികളെ ചേർത്ത് 25 കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ഷിയാബ് പറയണം. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ടില്ല, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ബാക്കിയുള്ള ഒരു കാര്യം എനിക്ക് നോക്കണ്ട, ഞാൻ PG ഒക്കെ പഠിച്ചതിന് ശേഷം ആണ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം എനിക്ക് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യം നേടിയിട്ടില്ല, അങ്ങനെ നേടാനായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഇല്ലാത്ത 20 കുട്ടികളെ ആഡ് ചെയ്ത് 25 കുട്ടികളെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞേ മതിയാവുള്ളൂ, തനിക്കാലം ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക്, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി. ഈ 25 കുട്ടികൾ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ 25 കുട്ടികളിലെ അവസാനം വന്ന 20 കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ നിങ്ങളും ഈ കളത്തരത്തിന് കൂട്ടു നിൽക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ 20 കുട്ടികളെ ഇന്ന് വിളിച്ച് വരുത്തിയത് 25 കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 25 കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ഞാൻ പറയാം എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, എനിക്കിവിടെ പറയാൻ വോയിസ് ഇല്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് 1 വർഷത്തെ എഗ്രിമെൻ്റ് ഉണ്ട്, അതിന് മുമ്പ് ഷിയാബിന് പ്രശ്നം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഷിയാബിന് പോകാം, ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മളെ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുമോ, നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് പറയുകയോ ചെയ്തോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വഴക്കാവുന്ന സമയത്ത് മൂപ്പർ എന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ കുവൈത്തിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു. എന്നോട് പറയും എൻ്റെ കല്യാണത്തിൻ്റെ ഒരു 4 ദിവസം മുമ്പാണ്, ഏപ്രിൽ 2018 ഏപ്രിൽ 11 തോന്നുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുവൈത്തിലേക്ക് പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ എന്നോട് ഞാനും അദ്ദേഹവും ഷാഡോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രഹ്ലാദ് ആചാര്യ, അദ്ദേഹവും പിന്നെ എൻ്റെ ബ്രദറുമാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ നിന്ന് എന്നോട് പറഞ്ഞു എന്നും പറയുന്ന പോലെ പറഞ്ഞു തരാൻ പറ്റില്ല, മുതുകാട് സാറ് അറിയാലോ, നമ്മുടെ മുതുകാട് സാർ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മുടെ ദൈവമാണെന്ന് പറയണം. 100ഓളം കുട്ടികളൊക്കെ അവിടെ വീടില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ വ്യക്തമായ സപ്പോർട്ട് വേണം. ഇത് ആധികാരികമായിട്ട് ഷിയാബ് പറഞ്ഞേ മതിയാകും. ഇത് എന്നോട് പറയുന്നത് പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ നാടല്ലാത്തത് കൊണ്ടും അത്രയും ദൂരം ആയതുകൊണ്ടും എനിക്കിത് അനുസരിക്കില്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് ഞാൻ മാജിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കാർഡ് വെച്ചിട്ടുള്ള മാജിക്ക്.
അങ്ങനെ മാജിക് ചെയ്ത് കണ്ട് അവരുടെ ഓഡിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവരെൻ്റെ അടുത്ത് വന്നിട്ട് പേഴ്സണലി അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ ഈ കുവൈറ്റ് ദിനാറായിട്ടുള്ള ഈ 20 രൂപ, അതുപോലെ അങ്ങനെ 20 രൂപകളൊക്കെ വെച്ചിട്ട് ഒരാൾ 100 രൂപ, ഒരാൾ 50 രൂപ അങ്ങനെ വെച്ചിട്ട് കുറച്ച് കാശൊക്കെ എനിക്ക് തന്നു ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആൾ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇതിലേക്ക് നമ്മൾ വലിച്ചേക്കാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം കുറച്ച് പൈസ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ, അല്ലാതെ മുതുകാട് എനിക്കൊന്നും തരില്ല കേട്ടോ. പക്ഷെ അത് ഞാൻ ബാധിക്കുന്ന കാര്യമില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് കുവൈത്ത് കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു അന്ന്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് ഞാൻ മുതുകാടിനോട് പറഞ്ഞു, സർ എൻ്റെ കയ്യിൽ കുറച്ച് കാശ് അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതെന്ത് ചെയ്യണം? അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് തരൂ, നമ്മൾ പ്ലാന്റിന് ഫണ്ട് റൈസിങ്ങിന് വേണ്ടി വന്നല്ല, കാശ് തരൂ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 20 വെച്ചുള്ള കാശ് ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദാചാര്യ എന്ന് പറയുന്ന ഷാഡോ ആർട്ടിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, സർ അത് ശരിയല്ല, ഇത് ഷിയാബിന് ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ കിട്ടിയ കാശാണ്, അത് സർ വാങ്ങാൻ പാടില്ലായിരുന്നു. അപ്പോൾ സർ സോറി എന്ന് പറഞ്ഞിട്ട് കാശ് തിരിച്ചു തന്നു. എന്നിട്ട് റൂമിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കാശ് ഷിയാബ് കയ്യിലേറ്റോ, പക്ഷെ മറ്റേ സർ തന്ന കാശ് ഏകദേശം ഇന്ത്യൻ റുപ്പി 2 ലക്ഷത്തോളം വരുന്ന കാശാണ്, അത് ഷിയാബ് എനിക്ക് തരൂ, ഞാനത് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഷിയാബിന് നാട്ടിലെത്തിയിട്ട് അതിന് ഈക്വലായിട്ടുള്ള ഇന്ത്യൻ മണി ഷിയാബിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം, അക്കാഡമി ത്രൂ ഇട്ട് തരാം. അപ്പോൾ എനിക്കൊരു സംശയം വന്നു, എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്താ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് എല്ലാ 2 ലക്ഷം രൂപയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ എന്തായാലും ഇൻകം ടാക്സിന് ഷിയാബിനെ പിടിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ വിദേശയാത്രയാണ് തോന്നുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതെന്തായാലും ഷിയാബിനെ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ കാശ് ഷിയാബ് കൊണ്ടുപോകരുത്, അക്കാഡമിയിലേക്ക് ഇട്ട് തരൂ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്കത് തരാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ കാശ് ഞാൻ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം, എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയ കാശല്ലേ, ആ രീതിയിലേക്ക് ഞാൻ കാണിച്ചോളാം. മറ്റേ ഈ 20 രൂപ വെച്ചിട്ടുള്ള ഏകദേശം 150-200 രൂപ ഉണ്ടാവും, അതിൽ ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ അവർ തന്ന കാശല്ലേ, ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഷിയാബ് വേറെ ഫ്ലൈറ്റിന് പോയിക്കോ, എൻ്റെ കൂടെ വരണ്ട, ഞാൻ വേറെ പ്രോഗ്രാമിന് പോയിക്കോളാം, എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹവും പ്രഹ്ലാദാചാര്യയും എന്നെ അവിടെ ഇട്ടിട്ട് വേറൊരു ഫ്ലൈറ്റിൽ അവർ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ കാശ് എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. എനിക്കറിയാം ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്രോഗ്രാമിൻ്റെ നോട്ടീസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേയ്മെൻറ്റാണെന്ന് പറയാൻ പറ്റുമെന്ന്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് പിറ്റേ ദിവസം എൻ്റെ കല്യാണമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്ലാൻ ചെയ്തത് ഈ കാശ് ഞാൻ അക്കാഡമിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്കാഡമി ത്രൂ പിറ്റേ ദിവസം എനിക്ക് കാശ് എടുത്ത് തന്നാൽ ഷിയാബിൻ്റെ കല്യാണത്തിന് അക്കാഡമി 2 ലക്ഷം രൂപ തന്നുവെന്ന് അദ്ദേഹത്തിന് പ്രൂഫ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയായിരുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അതായത് മാജിക് പ്ലാനറ്റിൻ്റെ 4ാമത്തെ വാർഷികാഘോഷം അവിടെ നടക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ തെരുവ് മജീഷ്യൻസിന് വേണ്ടിയിട്ട് താമസം ഒരുക്കുന്ന ഒരു 10 വീടുകൾ ഉണ്ടാക്കി അത് അവർക്ക് കൊടുക്കുന്ന ചടങ്ങുകളുണ്ട്. അപ്പോൾ അതായത് ഒക്ടോബർ 31, 2018 ഈ പ്രോഗ്രാം. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര ഹാപ്പിയായി നിൽക്കുന്ന സമയത്ത് രാത്രി ഈ മാജിക് പ്ലാനറ്റിൻ്റെ അക്കാഡമിക് ഡയറക്ടറായിട്ടുള്ള ചന്ദ്രസേനൻ മുദ്രമല എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുകയും, ഷിഹാബ് ഇവിടെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞങ്ങൾ ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോട്, അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അഷീൽ സാറോടും അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് നാളെ മുതൽ, അതായത് നവംബർ 1 മുതൽ ഷിയാബ് ഇവിടെ വേണ്ട, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാർ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നാളെ മുതൽ ഷിയാബ് ഷോ ചെയ്യേണ്ട, ഇതെൻ്റെ കയ്യിൽ കോൾ റെക്കോർഡുണ്ട്. ഇങ്ങനെ അപ്പോൾ നമ്മൾ ചോദിക്കുക എന്തിനാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? എനിക്ക് ഒരു 7 മാസം 6 മാസം ആവുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ രീതികൾ എനിക്ക് ഏകദേശം ധാരണയുള്ളത് കൊണ്ട് ഞാൻ ഇവരൊക്കെ പറയുന്നത് റെക്കോർഡ് ചെയ്യപ്പെടുമായിരുന്നു. അത് എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി, കാരണം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോഴും എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ എവിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. അങ്ങനെ 31 രാത്രി ഞാൻ മുതുകാടിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് നവംബർ 1 മുതൽ ഷോ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യണ്ട. ഞാൻ പറഞ്ഞു, അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണോ? വീട്ടിലേക്ക് പോയിക്കോ. അപ്പോൾ ഞാൻ, സാർ എന്താണ് റീസൺ? ഒരു കാരണം വേണമല്ലോ. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ടയേർഡാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അന്ന് രാത്രി ഞാൻ അവിടെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചന്ദ്രസേനൻ സാറേയും അതുപോലെ തന്നെ മുതുകാടിനെയും അവിടുത്തെ മാനേജറായിട്ടുള്ള ജിന്നിനെയും വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു. മുതുകാടിൻ്റെ സഹോദരൻ ഉണ്ണി എന്ന് പറയുന്ന ഉണ്ണിയേട്ടനോട് ഞാൻ ചോദിച്ചു, എന്താണ് റീസൺ? നാളെ മുതൽ ഞാൻ അവിടെ ഷോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ റീസൺ എന്താണ്? അപ്പോൾ റീസൺ എനിക്കറിയാം. 2 മാസത്തിന് ശേഷം ഞാൻ തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് പോയി എന്ന രീതിയിൽ കാര്യങ്ങൾ വരും. പക്ഷെ അവർക്ക് വേണ്ടത്, അവർ നാളെ മുതൽ ഷിയാബിനെ പറഞ്ഞു വിട്ടു എന്നാക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു എന്ന് അദ്ദേഹത്തിന് തീർക്കാൻ പറ്റും. അതിന് അദ്ദേഹം ന്യായീകരണമായിട്ട് എന്നോട് തലേ ദിവസം 31-ാം തീയതി അദ്ദേഹം സംസാരിക്കുമ്പോൾ ചന്ദ്രസേനൻ മുദ്രമല എന്നോട് കോളിലൂടെ പറഞ്ഞത്,
ഡോക്ടർ അഷീലും ശൈലജ ടീച്ചറും പറഞ്ഞത് എംപവർ എന്ന് പറയുന്നത് MR ആയിട്ടുള്ള മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമുള്ള പ്രോഗ്രാമാണ്. അവിടെ ഷിയാബിൻ്റെ ആവശ്യമില്ല. ഷിയാബിന് താല്പര്യമുണ്ടെങ്കിൽ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്റർ DAC എന്ന് പറയുന്നൊരു സംരംഭം തുടങ്ങുന്നുണ്ട്, പുതിയ സെൻറ്റർ തുടങ്ങുന്നുണ്ട്. അവിടെ ആർട്ടിസ്റ്റുകൾക്കുള്ളതാണ്, അവിടെ വേണമെങ്കിൽ ഷിയാബിന് വരാം എന്ന് ചന്ദ്രസേനൻ സാർ എന്നോട് പറയുന്നുണ്ട്. അന്ന് ഞാൻ കോൾ കട്ട് ചെയ്തു, റെക്കോർഡ് ചെയ്തു. പിറ്റേ ദിവസം ഞാൻ ചന്ദ്രസേനൻ സാറോട് ചോദിച്ചു, എനിക്ക് പോകുന്നതിനുള്ള റീസൺ അറിയണം. ശൈലജ ടീച്ചറും അഷീലും ചേർന്നുകൊണ്ടാണ് എന്നോട് നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗവൺമെൻറ് അതോറിറ്റിയോട് സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ പിരിച്ചുവിടുമ്പോൾ സോളിഡ് എവിഡൻസ് വേണം, അറ്റ്ലീസ്റ്റ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വേണം, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ റീസൺ അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ എടുത്ത് ഞാൻ പുറത്ത് കാണിക്കും. അന്ന് ടിക്ടോക്കൊക്കെ സജീവമായി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരം എൻ്റെ വൈഫ് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്തെന്ന് അവിടെ നിന്ന് ഉണ്ടായിരുന്ന A to Z കാര്യങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും, ഭിന്നശേഷി കുട്ടികളെ അദ്ദേഹം ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാടിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു. ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീലിനെ ഞാൻ മെസ്സേജ് ചെയ്തു. ഈ ഡോക്ടർ അഷീൽ എപ്പോഴും അവിടെ ഉണ്ടാകുന്നൊരു വ്യക്തിയാണ്. അന്ന് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഈ അഷീലിനെ അവിടെ എപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒന്നെങ്കിൽ ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, അല്ലെങ്കിൽ അഷീൽ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. ഈ രീതിയിൽ നമുക്ക് തോന്നുന്നു. കാരണം എപ്പോഴും അഷീൽ അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് അഷീലുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്നതും അഷീലിൻ്റെ പേഴ്സണൽ നമ്പർ വരെ എനിക്ക് ഷെയർ ചെയ്ത് നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീലിന് ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തു, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ അഷീൽ ചെയ്തത് ഉടനെ എൻ്റെ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു വശമെന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഞങ്ങളെ സെക്യൂർ ചെയ്യേണ്ട ഡോക്ടർ അഷീൽ ഈ കാര്യങ്ങൾ കേട്ടിട്ട് എന്താണ് ഷിയാബിൻ്റെ പ്രശ്നമെന്ന് പോലും ചോദിക്കാതെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ അദ്ദേഹം മാജിക് പ്ലാനറ്റിൻ്റെ സ്റ്റാഫാണോ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, എന്താണ് എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അഷീലിന് ഇത്ര പ്രശ്നം? എന്തുകൊണ്ടാണ് മാജിക് പ്ലാനറ്റിന് മാത്രം ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് എത്തിച്ചു കൊടുക്കാൻ അഷീൽ ഇത്ര താല്പര്യം കാണിക്കുന്നത്? ഇതിന് അഷീലിന് കിട്ടുന്ന ലാഭം എന്താണ്? ഇത് എനിക്കൊരുപാട് പരിമിതികളുണ്ട്, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഈ അഷീൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് എത്ര ഫണ്ട് മാജിക് പ്ലാനറ്റിലേക്ക് വന്നു എന്നും അതിൽ നിന്ന് എത്ര ലാഭം അഷീലിനുണ്ടായെന്നും, ഇത് ഞാൻ ഒരു ഭിന്നശേഷിയുള്ള ഒരാൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്ന സമയത്ത് എന്നെ ബ്ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ കാണിച്ചു തരും, എന്നെ ബ്ലോക്ക് ചെയ്ത് പോകണമെങ്കിൽ എന്താണ് ഒരു ഭിന്നശേഷിയുള്ള എന്നേക്കാളും എന്നെ സംരക്ഷിക്കേണ്ട വ്യക്തിക്ക് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനോടുള്ള വ്യക്തി താല്പര്യമെന്ന് നമ്മൾ നോക്കണം. ഈ 31-ാം തീയതിയുടെ ഇഷ്യൂ കഴിഞ്ഞ് 1-ാം തീയതി 2018 നവംബർ 1-ാം തീയതി ഞാൻ ചന്ദ്രസേനൻ സാർക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ അയച്ചു കൊടുക്കുന്നു. ഗോപിനാഥ് മുതുകാടിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ അയച്ചു കൊടുക്കുന്നു. ഉടനെ ചന്ദ്രസേനൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഷിയാബ്, നമ്മൾ ഇന്നലെ പ്രോഗ്രാമിൻ്റെ തിരക്കിലായതുകൊണ്ട് ഒരുപാട് ടയേർഡായിരുന്നു, പോരാത്തിന് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അന്ന് ആ രാത്രി എന്തോ ടെൻഷന് പുറത്ത് നമ്മൾ പനിക്കുന്ന സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാണ് ഷിയാബ് നാളെ മുതൽ വരണ്ട എന്നുള്ളത്. അതൊന്നും ഷിയാബ് സീരിയസ് ആക്കി എടുക്കണ്ട, ഷിയാബിന് ഇഷ്ടമുള്ള അത്രയും സമയം ഇവിടെ നിന്നോളും. ഞാൻ പറഞ്ഞു, ഇത് ചെറിയ കുട്ടികളിയല്ല, നിങ്ങളുടെ കളിക്ക് നിൽക്കാനൊരു കളിപ്പാവല്ല. പ്രതികരിക്കാൻ കഴിയാത്ത 5 കുട്ടികളും അവരുടെ അമ്മമാരും ഉണ്ട്. പക്ഷേ എനിക്കിന്ന് സംസാരിക്കാൻ കഴിവുള്ളത് കൊണ്ട് ഞാനിത് പുറത്തറിയിക്കും. എനിക്ക് വേണ്ടത് കാരണം കാണിക്കൽ നോട്ടീസാണ്. എന്തുകൊണ്ട് ഷിയാബ് നാളെ മുതൽ മാജിക് പ്ലാനറ്റിൽ വേണ്ടതിൻ്റെ കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒഫീഷ്യൽ ടൈം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് വരുവാണ്. ആ കാരണം കാണിക്കൽ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് ഷിഹാബ് പ്രോഗ്രാം കറക്റ്റ് സമയത്ത് നടത്താത്തത് കൊണ്ട് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും 2018 10-ാം മാസം 6-ാം തീയതി ഈ പറയുന്ന മുതുകാടിനെ കുറിച്ച് ഷിയാബ് മീറ്റിങ്ങിൽ മോശമായി സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഷിയാബ് ഈ സ്ഥാപനത്തിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ഈ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ഷിയാബിനെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് കിട്ടുന്നത് രാത്രി 7 മണിക്കാണ്. ഞാൻ പറഞ്ഞു, ഇത് ഒഫീഷ്യൽ ടൈം അല്ലാത്തത് കൊണ്ട് ഈ നോട്ടീസ് ഞാൻ ഒപ്പിട്ട് സ്വീകരിക്കില്ല. അപ്പോൾ അവർ എൻ്റെ കയ്യിൽ അവിടെ വെച്ചിട്ട് പോയി. അത് തരുന്നത് മാനേജറോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അതല്ലെങ്കിൽ മാജിക് പ്ലാനറ്റിൻ്റെ ഡയറക്ടറോ അല്ല, അവിടുത്തെ ഒരു സ്റ്റാഫാണ്. അവിടെ രാത്രി ആ ഒരു 7 മണി
വരെ ഉണ്ടായിരുന്നൊരു സ്റ്റാഫാണ്. അപ്പോൾ ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നെ ഫേക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിൻ്റെ തലേ ദിവസം ഡയറക്ടർ എന്നോട് പറഞ്ഞത് ഷിയാബിൻ്റെ ഇന്ന കാരണങ്ങൾ കൊണ്ട് MRI കുട്ടി അല്ലാത്തത് കൊണ്ട് മാജിക് പ്ലാന്റ് തുടരേണ്ട എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഷിയാബിനെ മാറ്റുകയും വേണമെങ്കിൽ ഷിയാബിന് DAC എന്ന് പറയുന്ന സംരംഭം തുടങ്ങുന്ന സമയത്ത് അവിടെ വരാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഷിയാബ് അങ്ങോട്ട് വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞ ഈ ഡയറക്ടർ പിന്നെ എങ്ങനെയാണ് പിറ്റേ ദിവസം എനിക്കെതിരെ ഇത്ര ആരോപണങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ തന്നെ നമുക്കത് ഫേക്കാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ഈ കാരണം കാണിക്കലിന് മറുപടിയായിട്ട് ഷിയാബിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷിയാബിന് പറയാമെന്ന് പറഞ്ഞു. ഏകദേശം 8 പേപ്പർ വരുന്ന എനിക്കുണ്ടായ മുഴുവൻ അനുഭവങ്ങളും എഴുതിയതിന് ശേഷം അതിൻ്റെ അവസാനത്തിൽ ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് അനുഭവിച്ച കാര്യങ്ങളാണ്. ഇതിൽ എന്തെങ്കിലും കാര്യം കള്ളമാണെന്ന് മാജിക് അക്കാഡമിക്കോ മാജിക് പ്ലാനറ്റിനോ ഗോപിനാഥ് മുതുകാടിനോ ഡയറക്ടർ ചന്ദ്രസേനനോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിയമപരമായിട്ട് നടപടിയുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇതിൽ ഒരു കാര്യമെങ്കിലും ഷിയാബ് കള്ളം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ എനിക്കെതിരെ കേസ് കൊടുക്കാം, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് അവസാനിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ കത്ത് ഞാൻ ഗോപിനാഥിന് കൊടുത്തു. അദ്ദേഹം വാങ്ങിയില്ല. പൂജപ്പുരയിലുള്ള മാജിക് അക്കാഡമിയിൽ കൊണ്ടുപോയി കൊടുത്തു. അവർ സ്വീകരിച്ചില്ല. എന്നിട്ട് ഞാൻ മാജിക് പ്ലാനറ്റിൻ്റെ ഒഫീഷ്യൽ മെയിൽ ID ഇതെല്ലാം വെച്ചുകൊണ്ട് മെയിൽ ചെയ്തു. ഇത് മെയിൽ ചെയ്തിട്ട് ഏകദേശം 6 വർഷത്തോളമാവുന്നു. ഈ ദിവസം വരെ ഈ പറയുന്ന ഗോപിനാഥോ മാജിക് അക്കാഡമിയോ ഷിയാബിൻ്റെ കാര്യങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞൊരു മറുപടി പോലും തന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡുകളടക്കം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതിന് മുതിരാത്തത്. ഏകദേശം 3-ാം തീയതി ആവുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അറിയിച്ചതിൻ്റെ പ്രകാരം എൻ്റെ പിതാവ് അവിടെ വരുന്നു. മുതുകാടിനോട് പറയുന്നു ഞാൻ സാർ എന്ന് പറയുന്നത് അന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ മുതുകാടിനോട് എൻ്റെ വാപ്പ് പറയുന്നു എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം. ഇത്രയും പ്രശ്നങ്ങൾ ഇവരുടെ ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് ഈ 5 കുട്ടികൾ ഇൻക്ലൂഡിങ് അവരുടെ പാരൻസ് അടക്കം വീട്ടിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഫാദർ ഈ കുട്ടികളോട് ചോദിച്ചു എങ്ങനെയുണ്ട് പ്രോഗ്രാമൊക്കെയെന്ന്. അന്ന് അവിടെയുള്ള MRI സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കാറ്റഗറിയിലുള്ള 5 കുട്ടികൾ ഒരു കുട്ടി എൻ്റെ പിതാവിനോട് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭക്ഷണം കഴിക്കാവുന്ന സമയത്ത് തരില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പിതാവ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനം നിനക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നീ PG വരെ പഠിച്ച ഒരാളാണ്, ബാക്കി പഠിക്കുക, വേറെ എന്തെങ്കിലും ജോലി ചെയ്യുക. ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ ശാപം നമുക്ക് പോലും കിട്ടും. അതുകൊണ്ട് പറ്റുമെങ്കിൽ അവിടെ നിന്ന് പോകണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 1 വർഷം നമുക്കവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിട്ട് സമയമാകുമ്പോൾ ഏകദേശം 1 ഇയർ ആകുമ്പോൾ എൻ്റെ സമയം തീരുമ്പോൾ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ എൻ്റെ ഫാദർ മുതുകാടിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ണിയേട്ടനെ കണ്ട് എൻ്റെ പിതാവ് പറഞ്ഞു ഷിയാബിന് അനുഭവിച്ച കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് അടക്കം കോൾ റെക്കോർഡ് അടക്കം ഈ പേപ്പറിൽ പരാമർശിച്ചുള്ള ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ട് ശൈലജ ടീച്ചർക്ക് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററായിട്ടുള്ള ശൈലജ ടീച്ചർക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മുതുകാട് എൻ്റെ പിതാവിനെ കാണാൻ വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ക്രെഡിബിലിറ്റിയാണ്, അത് നശിപ്പിച്ചിട്ട് ഷിഹാബിനൊന്നും കിട്ടാനില്ല. മാത്രവുമല്ല ഞാൻ ഇനി ഷിഹാബിൻ്റെ ജീവിതത്തിലേക്ക് ഒന്നിനും ഇടപെടാൻ വരുന്നില്ല. ഷിഹാബ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കണം. ഇവിടുത്തെ കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോയിക്കോളാം. ഷിഹാബിൻ്റെ കാര്യങ്ങളുമായി ഷിഹാബ് മുന്നോട്ട് പോയിക്കോളും. അതല്ല ഷിഹാബിന് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. കാരണം അദ്ദേഹം കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. ഷിഹാബല്ല ഒരു 100 പേര് എനിക്കെതിരെ വന്ന് പറഞ്ഞാലും എൻ്റെ പിന്നിൽ എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവരാരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. മാത്രവുമല്ല എൻ്റെ 2ാമത്തെ മുഖം, ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഗോപിനാഥ് മുതുകാടിൻ്റെ 2ാമത്തെ മുഖം ഷിയാബ് പുറത്തെടുക്കരുത് എന്ന് എന്നോട് പറഞ്ഞു. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്നത്. ഇത് ഷിയാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തി താല്പര്യമോ നിങ്ങളുടെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ ഒക്കെ കാര്യങ്ങളല്ല. അങ്ങനെ എനിക്ക് വ്യക്തി വൈരാഗ്യം തീർക്കാനാണെങ്കിൽ 2018 നവംബർ 2-ാം തീയതിയോ 3-ാം തീയതിയോ എനിക്ക് നിങ്ങളോട് വിളിച്ച് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ പറയാതിരിക്കാനുള്ള 2 കാരണമുണ്ട്. ഒന്ന്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ കുറിച്ച് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ന് ഈ ഒരു പത്രസമ്മേളനത്തിന് ശേഷം എനിക്കെതിരെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണ് തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 2ാമത്തെ കാര്യം, അദ്ദേഹത്തിന് എനിക്കെതിരെ മാക്സിമം പറയാൻ പറ്റുന്ന പരാതിയാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കെതിരെ അദ്ദേഹം ഇനി ആരോപിക്കാൻ ശ്രമിക്കുകയോ എന്നെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്നെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം നിങ്ങൾ
ആവശ്യപ്പെടുന്നത് പ്രകാരം നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരും. പക്ഷേ എൻ്റെ ജീവിതം എത്രത്തോളം സേഫാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇനി ഞാൻ വളരെ കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ വളരെ സുഖമായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ കേരളം മൊത്തം ട്രാവൽ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് കേരളം മുഴുവൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഭിന്നശേഷി കുട്ടികളെ കാണാൻ വേണ്ടി യാത്ര ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് ഇനി എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരും. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇന്ന് ഇവിടെ നിങ്ങളോട് അഭിമുഖീകരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ കാറിലല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കാരണം എൻ്റെ കാറ് കണ്ടു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കാറിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താ പറയുക, നമ്മൾ പറയില്ല, ഒരു ചെറിയ മീനല്ല. ഇനി എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയില്ല എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ ഇത് പറയാൻ കാരണം ഈ അമ്മമാരൊക്കെ ഇവിടെ അനുഭവങ്ങൾ വന്ന് പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും അദ്ദേഹത്തിനൊരു മാനസിക പരിഗണന കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരോട് അദ്ദേഹത്തിന് ഈ ഇത്തിരിയെങ്കിലും എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു, അമ്മമാർക്കുണ്ടായ ദുരനുഭവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇത് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് അമ്മമാർ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന സാധാരണക്കാരായ അമ്മമാർക്ക് ഗോപിനാഥ് മുതുകാടിനോട് എന്ത് വ്യക്തിവൈരാഗ്യമാണ് തീർക്കാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ വന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഈ അമ്മമാർക്ക് വേണ്ടിയിട്ടും DAPL വോയിസ് ഓഫ് ഡിസേബിൾഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന 2 പേരും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടും, രണ്ടാമത്തത് ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടും എൻ്റെ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിവ് സഹിതം എനിക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് എന്നെപ്പോലെ ഒരാൾ ഇവർ സപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. ഷിയാബ് കുറേ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ച് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷിയാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം, വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാമെന്നുള്ളത്. എൻ്റെ പിതാവ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇങ്ങനൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിച്ചെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അതിനേക്കാളും അന്തസ്സായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചു എന്ന് അഭിമാനിക്കാൻ പറ്റുമെന്ന് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കിങ്ങോട്ട് പറയാനുള്ളത്, ഈ വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്നും ഞാൻ അടക്കമുള്ള ഭിന്നശേഷിക്കാരുടെ അദ്ദേഹം കാണിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ കാരണം എന്താണെന്നും നിങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമാണ്. രണ്ടാമത്, ഇന്ന് ഇതൊക്കെ തുറന്നു പറയുന്ന സമയത്ത് ഇനി എനിക്കുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എത്രയും മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കും. ഈ പറഞ്ഞ പരാതിയല്ലാത്ത, അതായത് കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും പുതിയ കാരണം കൊണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ എവിഡൻസ് അടക്കം ഞാൻ കൊണ്ടുവരും. പക്ഷെ അതുവരെ ഞാൻ ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെയും ഞാൻ അടക്കമുള്ള ഭിന്നശേഷിക്കാരുടെയും ആവശ്യമാണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിവൈരാഗ്യം തീർക്കാനായിരുന്നെങ്കിൽ 2018 എനിക്കത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ കാരണം, ഈ അമ്മമാർ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അവർ പറഞ്ഞത് അവരുടെ അനുഭവങ്ങളാണ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്കിത് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. കാരണം ഇതൊരു ആരോപണങ്ങളല്ല, അനുഭവങ്ങളാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൂടി വിശ്വസിക്കാം. കാരണം വെറുതെ വന്ന് അദ്ദേഹത്തെ പോലെ ഒരാളെ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ഇനിയും ഈ കുട്ടികളെ വെച്ച് സ്നേഹപ്രകടനം നടത്തി അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർത്താനും, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണെന്ന് കാണിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ഒരു അവസാനമില്ലെങ്കിൽ ഇനിയും ഞാനടക്കമുള്ള ഭിന്നശേഷിയുള്ള സമൂഹം ചൂഷണം ചെയ്യപ്പെടും. അവസാനിപ്പിക്കുന്ന മുമ്പ് ചെറിയ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ അടുത്ത് വിവരാവകാശ പ്രകാരം കിട്ടിയ വിവരം 1,75,00,000 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം മാജിക് അക്കാഡമിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടിയത്. എന്തിനാണ് ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിൽ മാജിക് അക്കാഡമിക്ക് മാത്രം ഇത്ര താല്പര്യപ്പെട്ട് ഇത്രയും തുക ഗവൺമെൻറ് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത്, ഞാൻ വോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിനാണ്. എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടും ചെലവഴിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതെന്തിനാണ് അഷീലിനെ പോലെയുള്ള ആളുകൾ മാജിക് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നത്? അതിന് അഷീലിന് കിട്ടുന്ന ഗുണം എന്താണ്? അഷീലിന് മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് ചെറിയ കാര്യമല്ല. ഞാൻ പറയുന്നു, ഈ ഒരു പത്രസമ്മേളനത്തിന് ശേഷം ഒന്നെങ്കിൽ അദ്ദേഹം എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സങ്കടപ്പെട്ടുള്ളൊരു വീഡിയോ ഇട്ടുകൊണ്ട് പറയും ഞാൻ ഇതൊക്കെ ഉപേക്ഷിക്കുകയാണ്, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത്ര ചെയ്തിട്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടു. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാനൊരു മജീഷ്യനാണ്, എനിക്ക് പണം സമ്പാദിക്കാനായിരുന്നെങ്കിൽ അതിലൂടെ സമ്പാദിക്കാമായിരുന്നു എന്നുള്ളത്. ഞാൻ ചെറിയൊരു ലോജിക്ക് മാത്രം നിങ്ങളോട് ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എനിക്കൊരു മകൾ
മകളുണ്ട് 3.5 വയസ്സായ. എൻ്റെ മകളെ സംരക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന ജോലി ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ എൻ്റെ മകളെ കാണിച്ചുകൊണ്ട് ഫണ്ട് റേസ് ചെയ്ത് ആ ഫണ്ട് കൊണ്ട് എൻ്റെ മകളെ സംരക്ഷിക്കുകയാണോ വേണ്ടത്? അതോ എൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ജോലി ഇരട്ടി ചെയ്യുകയാണോ വേണ്ടത്? ഇദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രൊഫഷൻ, മാജിക് എന്ന് പറയുന്ന എൻ്റെ പ്രൊഫഷൻ ഞാൻ പോലും ഒഴിവാക്കിയത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഒഴിവാക്കില്ലല്ലോ വേണ്ടത്. അദ്ദേഹം ഈ മാജിക് വീണ്ടും ചെയ്യണം, കൂടുതൽ പ്രോഗ്രാം ചെയ്യണം, അതിലൂടെ ഫണ്ട് റൈസ് ചെയ്യണം, അതിലൂടെ കുട്ടികളെ സംരക്ഷിക്കണം. അദ്ദേഹം എൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഈ ഭിന്നശേഷിക്കാർ അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിൽ ആ മക്കളെ സംരക്ഷിക്കാനുള്ള ഫണ്ട് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ജോലി ചെയ്യുകയാണ് വേണ്ടത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മാജിക് എന്ന് പറയുന്ന ജോലി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് കുട്ടിയെ പ്രദർശനം നടത്തിയിട്ട് അതിലൂടെ കിട്ടുന്ന കാശ് കൊണ്ട് കുട്ടിയെ സംരക്ഷിക്കുകയല്ല വേണ്ടത്. ഈ ഒരു ലോജിക്ക് വെച്ച് മാത്രം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഗോപിനാഥ് മുതുകാട്. വീണ്ടും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടും, എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകും. ഇന്ന് മുതൽ എൻ്റെ ജീവിതം വേറൊരു ജേർണലിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇതും ഞാൻ പറയുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാർക്കെതിരെ ഇദ്ദേഹത്തെ പോലെയുള്ളൊരു പൊയ്മുകളുമുള്ള വ്യക്തി മാജിക്കിലൂടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കാനും വളരെ സമർത്ഥനായിട്ടുള്ള ഈ വ്യക്തി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന കപടമായ സ്നേഹം തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ എനിക്കിനി ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കൊരു അഭിമാനമുണ്ട്. നാളെ ഇതൊക്കെ നിങ്ങൾ ഔട്ട് ചെയ്യുന്ന സമയത്തോ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ പുറത്തുനിന്ന് കാണിക്കുന്ന സമയത്തോ ആ ഒരു അഭിമാനത്തോടു കൂടി ഞാൻ മരണപ്പെട്ടാലും ഞാൻ സന്തോഷവാനാണ്.